അതെ, നിങ്ങൾ എങ്ങനെ എന്ത് വേലത്തിനെ കാണിച്ചാലും എന്റെ മോളെ ഞാൻ അവന്റെ കൂടെ വിടത്തില്ല. അതെ, അവൻ എന്ത് തെറ്റ് ചെയ്യുന്നു പറയൂ. എന്ത് തെറ്റ് ചെയ്യണമെന്നോ? ആ നിൽക്കണം മരം കണ്ടോ? അതേതാ മരം? അത് തേക്ക് മാഞ്ചി വേണോ? ഇല്ല, മൗഞ്ചിയം. ഇയാള് പറയുന്ന കേള്. എന്റെ മൂത്ത മോനെ പ്രസവിച്ച് എന്റെ ഒക്കത്ത് വെച്ച് എന്റെ കെട്ടിയവും നട്ട മരവാ അത്. ആ മരവും നട്ടിട്ട് അങ്ങനെ ഒരു പോക്ക് പോയി എന്നെയും കളഞ്ഞിട്ട്. അതെ, ഈ ഭവാനിയമ്മ മക്കളാ? 3 മക്കളാ. അപ്പൊ പിന്നെ ബാക്കി നിൽക്കുന്ന മരങ്ങളൊക്കെയോ? ഞാൻ നട്ടാ കിളിക്കത്തില്ലേ? അങ്ങനെ സംശയം ചോദിക്കാൻ വന്നേക്കുന്നു. അല്ല, ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ബന്ധം ഒന്ന് കൂടാ വീട് വിടത്തില്ല. എന്താ കാര്യം? ഇവന്റെ ദുശീലം. എന്ത് ദുശീലം? ദുശീലൊന്നും കതൽ മണ്ഡപത്തിൽ ഇരിക്കുന്നു. അപ്പോഴേ എന്റെ വല്യണ്ണ ഒരാളുണ്ട്. പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു, എടാ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവാണ്, മദ്യപിച്ചവരെല്ലാം പുറത്തോട്ട് പോകാൻ പറഞ്ഞു. കാരണവന്മാരത് പറയുമല്ലോ. ഞാൻ എന്റെ അണ്ണനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ട് പോയില്ല, മദ്യപാനികൾക്ക് നാണക്കേടല്ലേ, ഒന്ന് തള്ളയായി പോയില്ലേ. ഞാൻ നോക്കിയപ്പോ മേയറെ ഇവ ഇറങ്ങി പോണ്. മേജർ ആരും ആയിക്കോട്ടെ, ഇവൻ ഇറങ്ങി പോണ്. പോയി മണ്ഡപത്തിന്റെ പുറത്ത് ഇങ്ങനെ ചാരി നിൽക്കുവാ. എന്തിനാണ് അവിടെ പോയി ചാരി നിന്നത്? അമ്മ ഞാനൊരു ഫോൺ ചെയ്യാൻ പോയ. അവന് ഒരുപാട് കൂട്ടുകാരുണ്ട്, ഫോൺ ചെയ്യാൻ വേണ്ടി ഫോൺ ചെയ്യേണ്ടി വരും. ഓക്കെ, സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുമേനി അല്പം തീർത്ഥവന്റെ കയ്യിൽ ഒഴിച്ചു കൊടുത്തു. അതും കുടിച്ചിട്ട് ചന്ദനത്തെ തൊട്ട് ഒറ്റ കുടിയന്മാർക്ക് നാണക്കേട് ഉണ്ടാക്കില്ലേ.